നമസ്കാരം. മോദി വേഴ്സസ് രാഹുൽ, അതാണ് ഇപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരംഗമാണ് മോദിയും രാഹുലും തമ്മിൽ. പപ്പു എന്ന് വിളിച്ച് അപമാനിച്ചും അമുൽ ബേബി എന്ന് വിളിച്ച് കളിയാക്കിയും രാഹുൽ ഗാന്ധി ഒരു കഴിവുകെട്ടവനാണെന്ന പ്രചരണം വ്യാപകമായി നടത്തി. എന്നാൽ ഇപ്പോഴിതാ അന്ന് കളിയാക്കിയ മോദി ഇപ്പോൾ രാജ്യത്ത് നാണം കെട്ടിരിക്കുകയാണ്. BJPയുടെ സകല വ്യക്തിഹത്യകളെയും മറികടന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് കരുത്തോടുകൂടി ശക്തി തെളിയിച്ച വേളയിൽ അവരുടെ ഓരോ നീക്കങ്ങളിലും സ്വയം പ്രഖ്യാപിത അജണ്ടകളിലും സ്വയം പ്രഖ്യാപിത നയങ്ങളിലും സ്വാർത്ഥ താല്പര്യങ്ങളിലും മോദിയെയും അമിത്ഷായും ഒക്കെ തന്നെ ഇപ്പോൾ അടിച്ച് മൂലക്കിരുത്തുന്ന കാഴ്ചയാണ് നമുക്ക് പാർലമെൻറ്റിൽ കാണാനാവുന്നത്. 1000 കോഴിക്ക് അര കാട എന്ന് പറയുന്നത് പോലെ 1000 മോദിക്ക് അര രാഹുൽ ഗാന്ധി, അത്ര പോലും ശരിക്കും വേണ്ട എന്ന് തന്നെ പറയണം. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മോദി പ്രസംഗിക്കുന്ന വേളയിൽ ആ പ്രസംഗത്തിൻ്റെ സമയത്ത് സംഭവിച്ച ഒരു സാങ്കേതിക പ്രശ്നം, ആ പ്രശ്നം അത് മോദിയുടെ വിവരവും വിവേകവും എത്രയുണ്ടെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. अब आप नरेंद्र मोदी जी का भाषण सुनिए. ना रोजगार की बात करेंगे, ना किसानों की बात करेंगे, ना 15 लाख की बात करेंगे. नरेंद्र मोदी जी को बोलने का कुछ नहीं रहा. टेलीप्रॉम्प्टर से बोलते हैं, टेलीप्रॉम्प्टर लगा रहता है, पीछे से कंट्रोलर है, कंट्रोलर कहता है नरेंद्र मोदी जी देखिए रोजगार की बात मत कीजिए. नरेंद्र मोदी 15 लाख की बात मत कीजिए, जनता गुस्सा हो जाती है. नरेंद्र मोदी जी किसानों की बात करिए मत, फंस जाएंगे. कंट्रोलर पीछे से कंट्रोल करता है. नरेंद्र मोदी बोल. നോക്കുക, ഇവിടെ രാഹുൽ ഗാന്ധി, നമുക്കറിയാം എപ്പോഴും രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് അദ്ദേഹം ഒരു കുറിപ്പ് പോലും നോക്കാതെ, ഒരു ടെലിപ്രോംപ്റ്റർ ഒന്നും നോക്കാതെ തന്നെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, വാക്കുകളൊക്കെ തന്നെയാണ്, അതാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മോദി ആകട്ടെ വല്ലവരും എഴുതി കൊടുക്കുന്നത് ഗുജറാത്തിലെ അക്ഷരങ്ങളിലേക്കൊക്കെ തന്നെ ഗുജറാത്തി ഭാഷയിലേക്ക് മാറ്റി അത് ടെലിപ്രോംപ്റ്ററിൽ നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത്. ആ ടെലിപ്രോംപ്റ്റർ ഇപ്പോൾ പണി മുടക്കിയാൽ അപ്പോൾ തീർന്നു മോദിയുടെ സംസാരം. ആകപ്പാടെ അറിയാവുന്നത് കുറച്ച് കാര്യങ്ങളാണ്. മേരെ പ്യാരി ദേശവാസിയും നമസ്കാർ, ഇത്തവണ 400 സീറ്റ്. നല്ല പ്രാസംഗികനാണെന്ന് മോദി ഭക്തർ പറഞ്ഞു നടക്കുന്നതൊക്കെ ഒരു ടെലിപ്രോംപ്റ്റർ അടിച്ചു പോയാൽ അവിടെ തീർന്നു. പിന്നെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയില്ല. അതാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം കണ്ടത്. ഡൽഹിയിൽ മോദിയുടെ ഒരു മൗന പ്രസംഗം ഏതാണ്ട് 35 സെക്കൻഡോളമാണ്. ഒരക്ഷരം പോലും മിണ്ടാനാവാതെ, ഒന്നും ഉരിയാടാനാവാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്തംഭിച്ച് നിശബ്ദനായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടത്. ഒന്ന് ബബ്ബബ വെക്കാൻ പോലും പറയാൻ സാധിക്കുന്നില്ല. और लोकार्पण करके यहां आया हूं. ഓർക്കണം, ടെലിപ്രോംപ്റ്റർ നിന്നുപോയി. എന്നാൽ ഒരു വാക്കെങ്കിലും അതിനിടയ്ക്ക് സ്വന്തമായി കയ്യിൽ നിന്നിട്ട് അവിടെ സംസാരിക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ എത്ര ദയനീയമാണ് മോദിയുടെ അവസ്ഥയെന്ന് ഓർക്കേണ്ടതാണ്. അതായത് വല്ലവരും എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് നോക്കി വായിച്ച് കുറേ ആംഗ്യങ്ങളും മുഖഭാവങ്ങളും ഒക്കെ തന്നെ കാണിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുക. അതല്ലാതെ കയ്യിൽ നിന്നിട്ട് കാര്യം പറയാനായിട്ട് ഒന്നിനും ഒരു കഴിവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി പരസ്യമായ ഒരു രഹസ്യമാണ്. ടെലിപ്രോംപ്റ്റർ ഇല്ലാതെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ മോദിക്ക് അറിയില്ല എന്നുള്ളത് ഇപ്പോൾ ആ ഒരു രഹസ്യം അത് പരസ്യമായിരിക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് റഷ്യ സന്ദർശനമെന്ന് പറഞ്ഞ് മോദി റഷ്യയിലേക്ക് പോയി. അവിടെ പുടിനുമായിട്ട് വലിയ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഭാഷ അറിയാതെ നട്ടം തിരിയുന്ന മോദിയുടെ ഒരു വീഡിയോയും വൈറലായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഏക ലോക നേതാവൊന്നുമല്ല നരേന്ദ്രമോദി. വേറെയും എത്രയോ നേതാക്കന്മാരുണ്ട് ഇംഗ്ലീഷ് നേരാവണ്ണം പറയാൻ അറിയാതെ. എന്തിനാണ് പറയണം, നമ്മുടെ കേരളത്തിലെ എത്ര മന്ത്രിമാർക്ക് ഇംഗ്ലീഷ് മര്യാദയ്ക്ക് പറയാനറിയാം. അതൊന്നുമല്ല ഇവിടെ വിഷയം. എന്നാൽ സ്വന്തം രാജ്യത്ത് പോലും കയ്യിൽ നിന്നിട്ട് ഹിന്ദിയിൽ പോലും വാക്കുകൾ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് ഓർക്കേണ്ടതാണ്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ ഇത് ഷെയർ ചെയ്ത് ഇപ്പോൾ ആഘോഷമാക്കുകയാണ്.
എന്നിട്ട് ഈ പുള്ളിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വ്യക്തിഗത ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ലോക പ്രശസ്തമായിട്ടുള്ള ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും അതോടൊപ്പം തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംഫിലിൽ മാസ്റ്റർ ബിരുദവും നേടിയ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ഏതായാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ ഇതുപോലെ നാണം കെടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.